ആക്രി വ്യാപാര മേഖലയിലെ GST റെയ്ഡായ ഓപ്പറേഷൻ പാം ട്രീയിൽ കണ്ടെത്തിയതിൽ കണക്കില്ലാതെ GST വകുപ്പ്. ഇത് സംബന്ധിച്ചുള്ള നിയമസഭാ ചോദ്യത്തിന് ധനമന്ത്രി വിവരം ശേഖരിച്ചു വരുന്നു എന്ന് മാത്രമാണ് മറുപടി നൽകിയത്. 1170 കോടി രൂപയുടെ ഇടപാടിൽ 209 കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് കണ്ടെത്തിയെന്നായിരുന്നു 2024 GST പുറത്തിറക്കിയ വാർത്താക്കുറിപ്പ്. എന്നാൽ ഒരു വർഷത്തിനിപ്പുറവും വിവരം ശേഖരിച്ചു വരികയാണെന്ന മറുപടിയിൽ ദുരൂഹതകൾ ഏറെയാണ്. TV പ്രസാദ് ഉണ്ട് വിശദാംശങ്ങളുമായി. പ്രസാദ്, ഒരു വർഷം മുൻപ് നമ്മളാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ആദ്യം ബ്രേക്ക് ചെയ്യുന്നത്. അന്ന് 1170 കോടി രൂപയുടെ ഇടപാടിൽ 209 കോടിയുടെ നികുതി വെട്ടിപ്പുണ്ട് എന്ന് തന്നെ പറഞ്ഞത് GST വകുപ്പ് തന്നെയാണ്. പക്ഷേ സർക്കാരിന്റെ കയ്യിൽ എന്താണ് ഇതിന്റെ കണക്കുകളൊന്നുമില്ലാത്തത്? ആരാണ് ഇത് മറച്ചു പിടിക്കുന്നത്? ഇത് മറച്ചു പിടിക്കുന്നതല്ല. യഥാർത്ഥത്തിൽ ഈ പറയുന്ന 209 കോടി എന്നൊക്കെ പറയുന്നത് കള്ളക്കണക്കാണ് എന്നതാണ് ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാകുന്നത്. അങ്ങനെയല്ല എങ്കിൽ വിനീത, എന്തുകൊണ്ടാണ് ഒരു വർഷത്തിനിപ്പുറം നിയമസഭയിൽ ധനമന്ത്രി KN ബാലഗോപാലിന് കണക്ക് ചോദിക്കുമ്പോൾ കൈമലർത്തേണ്ടി വരുന്നത് എന്നതാണ് വിനീതയ്ക്ക് ഓർമ്മയുണ്ടാകും. കഴിഞ്ഞ മെയ് മാസമാണ് GSTയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ അവർ പഞ്ചനക്ഷത്ര പരിശീലനം നടത്തിയ വാർത്ത റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവന്നത്. ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ പിന്നീട് അത് വാർത്തയാക്കുകയും ചെയ്തു. ഈ പഞ്ചനക്ഷത്ര പരിശീലനം വാർത്തയാക്കിയതിൻ്റെ ജാള്യത മറക്കാനാണ് വലിയ ഒരു റെയ്ഡ് അത് തട്ടിക്കൂട്ടിയതെന്ന് GST ഉദ്യോഗസ്ഥരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ തന്നെ ചർച്ചയായതാണ്. അതും നമ്മൾ വാർത്തയാക്കി. അതായത് രാത്രിക്ക് രാത്രി ഉദ്യോഗസ്ഥരോടൊന്നും പറയാതെ 73 ടീമുകളാക്കി തിരിച്ച് പാലക്കാട്ടും മറ്റു പ്രദേശങ്ങളിലും പോയി ആക്രി വ്യാപാരത്തിലെ വൻ നികുതി വെട്ടിപ്പ് പിടിക്കാൻ പോകുന്നു എന്നായിരുന്നു പറഞ്ഞത്. ഉദ്യോഗസ്ഥരോട് ഒന്നും പറഞ്ഞില്ലെന്നും വിനോദസഞ്ചാരത്തിന് പോകുന്നു എന്ന രീതിയിലാണ് അവരെ കൊണ്ടുപോയതെന്നും ഒക്കെയാണ് അന്ന് പുറത്തു വന്ന വാർത്തകൾ. പക്ഷേ അന്ന് അതിൻ്റെ അടുത്ത ദിവസം GST വകുപ്പ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലാണ് 200 കോടിയിലേറെ രൂപയുടെ നികുതി വെട്ടിപ്പ് കണ്ടെത്തിയതായി ഔദ്യോഗികമായി GST വകുപ്പ് സ്ഥിരീകരിക്കുന്നത്. പക്ഷേ അതിൻ്റെ യഥാർത്ഥ വസ്തുത അത്രയേറെ പണം കണ്ടെത്തിയിരുന്നില്ല, വെട്ടിപ്പ് കണ്ടെത്തിയിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ആ വസ്തുതയാണ് രേഖകൾ സഹിതം ഇന്നിപ്പോൾ നിയമസഭയുടെ മുന്നിലേക്ക് വരുന്നത്. ഈ വരുന്ന മെയ് മാസം 24-ാം തീയതിയായാൽ ഒരു വർഷം പൂർത്തിയാവുകയാണ്. ഈ ഒരു വർഷം പൂർത്തിയാകുന്ന സമയത്ത് ഓപ്പറേഷൻ പാം ട്രീയിൽ എത്ര കോടി രൂപ സർക്കാരിലേക്ക് കിട്ടി എന്നതിൻ്റെ ചോദ്യത്തിനാണ് മറുപടിയില്ലാത്തത്. വിവരം ശേഖരിച്ചു വരുന്നു എന്ന മറുപടിയിലേക്ക് ധനമന്ത്രിക്ക് മാറേണ്ടി വരുന്നത്. വിനീത, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് TV പ്രസാദ് ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്നിനും ഒരു കണക്കുമില്ല, അതാണ് അവസ്ഥ. നമുക്ക്